6 വരി പാതയാണുള്ളതെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ 3 വരിയിൽ വാഹനങ്ങൾ പോകുന്നുവെന്നിരിക്കട്ടെ. ഒന്നാമത്തെ വരി എന്ന് പറയുന്നത്, അതായത് സൈഡിനോട് ചേർന്നുള്ള വരി, ഒന്നാമത്തെ വരിയിൽ വേഗം കുറഞ്ഞ വാഹനങ്ങളാണ് പോകേണ്ടത്. സാധാരണ നമ്മുടെ സ്വകാര്യ ബസ്സുകളൊക്കെ ആണെങ്കിൽ ആ ബസ്സിന് നിശ്ചിത വാഹന വേഗപരിധി ഉണ്ടെങ്കിൽ ആ വേഗത കുറഞ്ഞ വാഹനങ്ങളൊക്കെ ഓട്ടോറിക്ഷയാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും എല്ലാം പോകേണ്ടത് ഈ ഒന്നാമത്തെ വരിയിലൂടെയാണ്. അപ്പോൾ ആ വാഹനങ്ങൾ സാവധാനം പോവുക, അതിനാർക്കും തടസ്സമില്ല. ഇനി ഒന്നാമത്തെ വരിയിൽ പോകുന്ന സമയത്ത് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രം രണ്ടാമത്തെ വരിയിലേക്ക് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടതിനു ശേഷം മാത്രം കയറി ഓവർടേക്ക് ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ ആ ഒന്നാമത്തെ വരിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. എന്നാൽ അതേസമയം രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് കുറച്ചുകൂടി വേഗത കൂടിയ വാഹനങ്ങൾക്ക് പോകാൻ, ഇപ്പോൾ ട്രക്ക്, ദീർഘദൂര ലോറികൾ വരുന്നു, ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്നു, അങ്ങനെയുള്ള വാഹനങ്ങൾ, KSRTC ബസ്സുകൾ, മറ്റു ദീർഘദൂര ബസ്സുകൾ വരുന്നു. അത്തരം വാഹനങ്ങളൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ പോകുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ സ്വകാര്യ കാറുകളൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ, അതായത് മധ്യത്തിലെ വരിയിലൂടെ പോവുക എന്നുള്ളതാണ് വേഗത കൂടുന്ന വാഹനങ്ങൾ. ഇനി മൂന്നാമത്തെ വരിയോ, നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ വരിയാണെന്ന് എനിക്കറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കൂടുതലും. മൂന്നാമത്തത് എമർജൻസി വാഹനങ്ങൾ പോകുന്നതിനോ രണ്ടാമത്തെ വരിയിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് മറികടന്നു പോകുന്നതിനോ ഓവർടേക്ക് ചെയ്യുന്നതിനോ വേണ്ടി മാത്രമേ നമ്മൾ മൂന്നാമത്തെ വരി ഉപയോഗിക്കാൻ പാടുള്ളൂ. സാധാരണ രീതിയിൽ മൂന്നാമത്തെ വരി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതായത് ഈ ഓവർടേക്കിങ്ങിനല്ലാതെ എമർജൻസി വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി അല്ലാതെ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പിഴ ഇടുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെയും ആ പിഴ പരിപാടിയൊക്കെ കൊണ്ടുവന്നു, കാര്യമായിട്ട് നടപ്പിലാവുന്നില്ല. മിക്കവാറും ട്രക്കുകളൊക്കെ പോകുന്നത് ഈ മൂന്നാമത്തെ വരിയിലൂടെയാണ്. ആ മൂന്നാമത്തെ വരിയിലൂടെ ഒരു കാരണവശാലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യാനല്ലാതെ എമർജൻസി സാഹചര്യങ്ങളിലല്ലാതെ വാഹനം ഓടിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 6 വരി പാത വരുമ്പോൾ 3 വരി പാതയാണ് ഉള്ളതെങ്കിൽ ആദ്യത്തെ പാതയിൽ ഒന്നാമത്തെ വരിയിൽ, അതായത് സൈഡിനോട് ചേർന്നുള്ള, വശത്തോട് ചേർന്നുള്ള പാതയിൽ വേഗം കുറഞ്ഞ വാഹനങ്ങളാണ് പോകേണ്ടത്. കുറച്ചുകൂടി വേഗതയിൽ പോകുന്ന വാഹനങ്ങൾക്ക് മധ്യ ലൈൻ ഉപയോഗിക്കാം, രണ്ടാമത്തെ വരി ഉപയോഗിക്കാം. മൂന്നാമത്തത് എമർജൻസി വാഹനങ്ങൾക്കും ഈ രണ്ടാമത്തെ വരിയിൽ പോകുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് മറികടന്നു പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വരി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായി ഉപയോഗിച്ച് വീണ്ടും ഇൻഡിക്കേറ്റർ ഇട്ട് പോകാം. ഓരോ ട്രാക്ക് മാറുമ്പോഴും കൃത്യമായ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കണം. കൃത്യമായ അകലം പാലിച്ചു തന്നെ വേണം നിങ്ങൾ ഈ വരികൾ മാറാൻ വേണ്ടി. ഭാരവാഹനങ്ങൾ ആദ്യ ട്രാക്കിലൂടെ തന്നെ പോകണം. ഒരു കാരണവശാലും നിങ്ങൾ അവിടെ യു ടേൺ എടുക്കരുത്. സമയം ലാഭിക്കാൻ വേണ്ടി യു ടേൺ എടുത്താൽ അതോടുകൂടി കഴിയും. 90-100 കിലോമീറ്റർ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ യു ടേൺ വരുന്ന വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കും. അതാണ് വടകരയിലൊക്കെ നമ്മൾ കാണുന്നത്. ട്രാക്ക് മാറുന്നത് ഓവർടേക്കിന് വേണ്ടി മാത്രമായിരിക്കണം. ഭാരവാഹനങ്ങൾക്ക് 80 കിലോമീറ്ററാണ് വേഗപരിധി ഉണ്ടാവുക. കാറിന് പരമാവധി 100 കിലോമീറ്റർ വേഗപരിധി വന്നേക്കാം 6 വരി പാതയാകുന്നതോടുകൂടി. ഇപ്പോൾ 90 നമ്മുടെയൊക്കെ ഹൈവേകളിലൊക്കെ ഉള്ളത്, ചില സ്ഥലങ്ങളിൽ 70-ഉമാണ്. എൻട്രിക്ക് പ്രത്യേക പോയിന്റ് ഉണ്ട്. സർവീസ് റോഡിൽ നിന്ന് ചെറിയ ഗ്യാപ്പിലൂടെ ഹൈവേയിലേക്ക് എങ്ങനെയാ വരിക? ഇതാണ് സർവീസ് റോഡ്. ഈ സർവീസ് റോഡിൽ നിന്ന് ഇവിടേക്ക് കയറി വരുന്ന സമയത്ത് ദാ നോക്കൂ, തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടി ചെറിയ വാഹനം വരുന്നുണ്ട്. എന്താ സംഭവിക്കുക? ഈ സൈഡിലെ വാഹനം, ഈ സൈഡിലെ ട്രാക്കിലൂടെ അമിത വേഗതയിലാണ് വാഹനം വരുന്നതെങ്കിൽ ഇവിടെ പ്രേക്ഷകർക്ക് കാണാം, ഇതുവഴി വരുന്ന ഈ സർവീസ് റോഡിലൂടെ ഈ ഗ്യാപ്പിലൂടെ ഇതിലേക്ക് കയറുന്ന സമയത്ത് അമിത വേഗതയിൽ വരുന്ന ഈ വാഹനം സ്വാഭാവികമായി ഈ വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഒരു ഗ്യാപ്പ് എടുത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് ഇവിടെ വാഹനം വരുന്നുണ്ടോ എന്ന് റിയർവ്യൂ മിററിലൂടെ നോക്കിയതിനു ശേഷം മാത്രം ഒന്നാമത്തെ വരിയിലേക്ക് പ്രവേശിക്കുക. ഒന്നാമത്തെ വരിയിലൂടെ വരുന്ന വാഹനം വളരെ സാവധാനം മാത്രം സഞ്ചരിക്കുക. വേഗത കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രാക്കിലേക്ക് കയറിയാൽ മതി, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഈ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഈ ചെറിയ വരിയിലൂടെ, ആദ്യത്തെ വരിയിലൂടെ പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ്. എക്സിറ്റിനും വെവ്വേറെ പോയിന്റുകളാണ് ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആകാനായിട്ട് പ്രത്യേക പോയിന്റ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ വരി വരുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ, എക്സിറ്റ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ വരുന്നു, എക്സിറ്റിനുള്ള വഴികൾ കാണാം. അപ്പോൾ ലെഫ്റ്റ് എടുത്തു, നമ്മൾ നേരെ